ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഫിലിപ്സിൻ്റെ സിസ്റ്റം. ഇത് കണ്ടോ, ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ ഡോറൊക്കെ പ്രശ്നമുണ്ട്, അത് കാസറ്റ് ഒന്നും ഉപയോഗിക്കാത്ത. ഇവിടെ ഇങ്ങനെ സൈഡിൽ കട്ട് ചെയ്തിട്ടാണ് ബ്ലൂടൂത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അതെന്തോ കസ്റ്റമർ അത് ശരിയായില്ലെന്നോ എല്ലാം പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്. അകത്തൊരു ബ്ലൂടൂത്ത് ബോർഡ് പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് ഓണാവുമെന്നൊക്കെ നോക്കട്ടെ. ഞാൻ കറണ്ട് കുത്തി ലൈറ്റൊന്നും കത്തുന്നത് കാണുന്നില്ല. ഓ, കോഡ് പോയതാ. ഷോ മാത്രമേ ഉള്ളൂ, ഇവിടെ തീപിടുത്തം ഉണ്ടായാലും. കോഡ് പോയതാ. ഇതുണ്ട് കോഡ് കാഴ്ചയിൽ ഉണ്ട്. ഇനിയിപ്പോൾ വലിഞ്ഞു മുറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുമായിരുന്നിരിക്കും. വേറെണ്ണം കൊടുത്ത് നോക്കാനാണേലും ഓണാകാത്ത സ്ഥിതിക്ക്. അപ്പോൾ കൂടുതലുള്ളായിരുന്നു. ഒച്ചപ്പാടും വെള്ളമൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഓണാക്കിയിട്ട് സ്പീക്കറിൽ കിട്ടുമോ നോക്കട്ടെ. പവർ ഓണായി. അടിപൊളി. നല്ല ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലോ. CD ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. CD അതിലങ്ങനെ ഒന്നുമില്ല. CD പാടുമോ നോക്കട്ടെ. ഇവിടെ ആ സാധനം ഉണ്ട്. ബ്ലൂടൂത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് സാധനം. റീഡിങ് ഡിസ്ക് റീഡിങ്. എടുക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്കൊരു സ്പീക്കർ കൊടുത്താലല്ലേ സൗണ്ട് അറിയാൻ പറ്റുള്ളൂ. ആദ്യം 2 സ്പീക്കർ കൊടുക്കാം. സ്പീക്കർ ഔട്ട് ഇവിടെയുണ്ട്. അവിടെ ഞാൻ സ്പീക്കർ കൊടുക്കട്ടെ. നമ്മൾ സ്പീക്കർ കൊടുത്തു. നോ ഡിസ്ക് വന്നു. നമുക്ക് പെൻഡ്രൈവ് നമുക്കൊരെണ്ണം ഉണ്ടായിരുന്നുണ്ട് മോനെ. ഇവിടെയോ ഒരു പെൻഡ്രൈവ് റെഡി. ഇതിപ്പോൾ ബ്ലൂടൂത്ത് ഇതിലേക്ക് പോയാൽ മതി. അവിടെ ഇരുന്ന സാധനം പോയതുകൊണ്ട് നമ്മൾ മാറ്റി പിടിപ്പിച്ചു. ഇപ്പോൾ പെട്ടെന്ന് ധൃതി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നേരെയൊക്കെ നോക്കിയൊക്കെ പിടിപ്പിക്കുക. ചില നോയ്സൊക്കെ ഉണ്ട് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതേതാ സ്കൂൾ എടുത്തു. സീഡിയൊക്കെ ഇത് പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും. കറക്റ്റൊന്നും
ഇൻഷുറൻസ് വോൾട്ടേജ് നോക്കണേ. വോൾട്ടേജല്ലേ കിടക്കുന്നത്? എത്ര കാണിക്കുന്നു പറയണേ. മൈനസാ അല്ല ഇപ്പോൾ ഇപ്പോഴേ കാണിക്കൂ. 5 വോൾട്ടാണോ? 5.2 12.3 12. ഇത് 5. 5.1. 5.1. ഓക്കെ, മാർക്കറിങ് ആണ്. അടച്ചു വെച്ചു. അതേടാ ഏറ്റവും കുറഞ്ഞ റേറ്റ് 3,000 രൂപ. എന്നതാ? അതെ. അപ്പൊ നമ്മൾ മേടിക്കുന്ന പൈസ കുറവാന്ന് ഇവിടെ പറയുന്നത് ശരിയല്ലേ? ജിൻസി എപ്പോഴും പറയുന്നത് എന്റെ കഷ്ടപ്പാട് വെച്ചുള്ള പൈസ ഞാൻ മേടിക്കുന്നില്ല. ഉണ്ട് പിന്നെ റിസീവർ എത്ര എണ്ണം നമ്മൾ ചെയ്തിരിക്കും. എന്താണ് നോക്കുന്നത്? ശരിയായോ? ശരിയാക്കി തന്നോ? ഹെവി നമ്മുടെ കുഴപ്പമില്ല. ഞാനവിടെ പാർട്ടിയെ കൊണ്ട് ഹലോ വീട്ടിൽ തന്നെ. ഹലോ ഹലോ, കേക്കാല്ലേ? ഞങ്ങള് സർവീസിലാ, പറഞ്ഞോ. അതെ, ഞാൻ വീഡിയോ കണ്ടു. ഞാൻ നേരത്തെ വിളിച്ചതല്ലേ, തൃശ്ശൂർന്നാണ്. പറഞ്ഞോ സാറേ. മറ്റേ ഉണ്ട്. അതും വർക്ക് ചെയ്യും. ഉണ്ട്. ഇച്ചിരിയമ്മ ഉണ്ട്, റിമോട്ട് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന നീ കണക്കോ പുള്ളിയും കണക്കോ എല്ലാ സാധനവും അതിനകത്തുണ്ടെന്ന് പറ. ഞാൻ സർവീസിലാന്ന് ആദ്യം കോള് വിളിച്ചപ്പോഴേ സർവീസിലാന്ന് പറഞ്ഞതാ സാറേ. എല്ലാം ഉണ്ട് അതിനകത്ത് സാറേ. വേറെ എക്സ്ട്രാ കോഡ് വയർ വേണമെങ്കിൽ വെക്കാം അതിനകത്ത്. അത് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് സാറേ. സോണി ജിൻസി യൂട്യൂബ് ചാനൽ സാറ് സെർച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അമർത്തിയതിന് ശേഷം സാറ് ഓരോന്ന് കാണാം. അപ്പോൾ എല്ലാം മനസ്സിലാവും. അതിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങളിവിടെ വർക്കിന് ഇടയ്ക്ക് അതോ ഇതൊന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഓക്കെ. സാധനമുണ്ട്. സാറിന് വേണം ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത് ഗൂഗിൾ പേ ഉള്ള നമ്പറാണ്. ഇതിനകത്ത് പൈസ ഇട്ടിട്ട് വിളിച്ചോളൂ. അതിനകത്ത് തന്നെ മെസ്സേജിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഇട്ടിട്ട് പറഞ്ഞാൽ മതി, തന്നേക്കാം. ഓക്കെ, ഈ നമ്പർ ഗൂഗിൾ പേ ഉള്ളതാണ്. ആ ഗൂഗിൾ പേ തന്നെ നോട്ടൊന്ന് വരും, മെസ്സേജ് ഒന്ന് വരും. അതിനകത്ത് തന്നെ ഇടാം. ഗൂഗിൾ പേക്ക് പൈസ അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടിയിലിടാം. അല്ലെങ്കിൽ മെസ്സേജും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഫോൺ നമ്പരും അഡ്രസ്സും പിൻകോഡും ഇടുക. അപ്പം ഞങ്ങൾ ഇന്നിട്ടാ നാളെ വരും. ഇന്നിട്ടാ നാളെ. സാറിൻ്റെ സ്ഥലം എവിടെയാ? ഇന്ന് ഒന്നോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കിട്ടും. ഓക്കെ, സർവീസിലാ സാറേ. ഞാൻ ഫോൺ വെച്ചോട്ടെ. ഓക്കെ, 2600. ഇല്ല, 100 രൂപ കൊറിയർ ചാർജും കൂടി ഇട്ടാലും കുഴപ്പമില്ല. ഇയാളെല്ലാം
അങ്ങനെ പോവുള്ളൂ എന്നാ തോന്നുന്ന. പണി ചെയ്യാനും സമ്മതിക്കല. ഇട്ടാ മതി സാറേ, ഇട്ടാ മതി, കുറവൊന്നും ഹലോ ഹലോ. ആ പറഞ്ഞോളൂ. കുറവില്ല. 2700 100 രൂപ കൊറിയർ ചാർജും കൂടി ഇട്ടാൽ മതി. സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതേ പറയുള്ളൂ, ഞങ്ങൾ കൊറിയറൊക്കെ ഫ്രീ ഇട്ട് തരുവാ അന്നേരം. ആ കൊറിയർ ചാർജും കൂടി 2600 ഇട്ടാ മതിയേ. 2600 ഇട്ടാ മതി. കൊറിയർ ചാർജ് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുവാ. ഇനിയിപ്പോൾ സാറിന് അത് വേണ്ട എന്നുണ്ടെങ്കിൽ 2700 ഇട്ടോ, ഞങ്ങൾ സ്വീകരിച്ചോളാം. ഓക്കെ. ഉണ്ട് അതിനകത്തുള്ളു. ഉണ്ട്. ഓക്കെ ഓക്കെ. കുറച്ച് ചോദിക്കുന്നവർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് എന്നാ വെക്കാനുള്ള ഒരു മര്യാദ പോലും ഇല്ല. ചുമ്മാ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. അതെല്ലാം ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. കണ്ട കാര്യം തന്നെ പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുക. നിന്റെ വായിന്ന് കേൾക്കണം അവർക്ക്. നമ്മുടെ പണി നടക്കിയല്ല. നമ്മൾ സർവീസിലാന്ന് പറഞ്ഞു കഴിയുമ്പോഴും ശല്യം ചെയ്തോണ്ടിരിക്കുക. അതിന് ഒരു മുറിയല്ലേ സാറ് കണ്ടുള്ളൂ. 3-ാം നില വരെ ഉണ്ട്. അതൊക്കെ തീർക്കും. ഈ ഫോൺ വിളിക്കാതിരുന്നാൽ തീരുവതല്ല. ഫോണേ വിളിയാണ് ഏറ്റവും. ഫോൺ വിളിച്ചിട്ട് കുറയ്ക്കുവാണെങ്കിൽ ആവശ്യമുള്ളവർ വിളിച്ചാൽ കുഴപ്പമില്ലെന്നേ. ഇത് അനാവശ്യമായിട്ടോ. അതല്ലെന്നേ, ഇത് ഈ യൂട്യൂബ് കണ്ടിട്ട് ചുമ്മാ വിളിക്കുന്നത്. ആവശ്യമുള്ളതാണോ? അതുമല്ല, ചുമ്മാ വിളിയോട് വിളി. അല്ല, അതിനകത്തെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാ ചാനലൊന്നും കയറി കാണുകയില്ല. ഒരു മുറി കണ്ടിട്ട് പിന്നെ വിളി തുടങ്ങും. അവർക്ക് കാണാൻ കഴിയല. ആ കട്ട്